വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വിഷു ഒക്കെ അല്ലേ വരണത്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കേരള സെറ്റിൻ്റെ ഒരു കുർത്തിയിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളത് ഇപ്പോൾ ഈ കാണിച്ച പിക്ചറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പറിലേക്ക് വരക്കുകയാണ്. നമുക്ക് എത്ര വലിപ്പത്തിലാണ് അത് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് ആ ഒരു വലിപ്പത്തിൽ നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. പേപ്പറിലേക്ക് വരച്ചെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ അകത്ത് ടൈം എടുത്തായിരുന്നു വരയ്ക്കാൻ. ഒരു മണിക്കൂറോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് വരച്ചെടുക്കാനായിട്ട്. കാരണം അതിൻ്റെ മൈല്യൂട്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ മ്യൂറൽ പെയിൻറ്റിങ്ങിന്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നമ്മൾ എല്ലാം വരച്ചെടുത്തിട്ടാണ് നമ്മൾ ഡ്രസ്സിലേക്ക് വരച്ചത് കേട്ടോ. ഡ്രസ്സിലേക്ക് നേരിട്ട് വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പിന്നെ തിരുത്തി വരയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ. പേപ്പറിലാകുമ്പോൾ നമുക്കതൊക്കെ മായ്ച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം. ഡ്രസ്സിലേക്ക് നമ്മളപ്പോൾ ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു പിക്ചർ നമുക്ക് വരച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പേപ്പറിൽ മൊബൈലിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. ഓരോ ഇതും നോക്കിയിട്ട് ഓരോ പ്രാവശ്യം നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വരയ്ക്കുക, അങ്ങനെ ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു ഇമേജിൽ ആ ഒരു A4 സൈസ് ഷീറ്റിൽ കൊള്ളുന്ന വിധത്തിലുള്ള ഒരു വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഇതും വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് വരയ്ക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എന്നാലും അത്യാവശ്യം അങ്ങനെ ഓരോ ഇതും ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കുക നമ്മൾ വരച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനത്തെ മ്യൂറലിൽ തന്നെ പല ഇതുണ്ടല്ലോ. അല്ലാണ്ട് എന്തെങ്കിലും ഒരു പിക്ചറായിട്ടുള്ള ഒരു, അതായത് ഇങ്ങനെ പീക്കോക്ക്, കിളി, അങ്ങനെ ആ ഒരു എന്തെങ്കിലും തരത്തിലുള്ള പക്ഷികൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേണമെങ്കിലും വരക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ആദ്യം നമ്മൾ കൃഷ്ണനെ നമ്മൾ എന്നുവെച്ചാൽ രണ്ടിതും കൂടി നമ്മൾക്ക് വെക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ചുരിദാറല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ നിൽക്കാതെ വന്നിട്ട് അപ്പം നമ്മളൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വരക്കാം കേട്ടോ. അപ്പം ലൈനിങ്ങിൻ്റെയും കൂടി ഉള്ളിലായിട്ടാണ് നമ്മൾ വെക്കണത്. കാരണം ലൈനിങ്ങിൻ്റെയും കൂടി അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചർ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞ് കാണത്തില്ല. അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെയും കൂടി ഉള്ളിൽ കൂടി എടുത്തിട്ടാണ് അത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ നോക്കിയിട്ട്, അപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് കാണണില്ലെങ്കിലും അത്യാവശ്യം ഒരു ഇതിൽ തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി ആ ടിഷ്യൂൻ്റെ പോലത്തെ ആ ഒരു ഇത് ആയതുകൊണ്ടിട്ടാണ് നമുക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് വരയ്ക്കുന്നതൊന്നും അങ്ങോട്ട് ക്ലിയർ ആവാതെ കാണാണ്ട് വരണത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ടൈപ്പ് നമ്മുടെ സെറ്റിൻ്റെ ആ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിസിബിളായതിനെല്ലാം. ഇതപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതാ പെയിൻറ്റിങ് നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് കേട്ടോ. നമ്മൾ തുണിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഇതിൽ ഫാബ്രിക് പെയിൻറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ, പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ഈ ഒരു ബ്ലൂ ഒക്കെ നമുക്ക് ആവശ്യമുള്ള കളറ് ഓരോ കളറും മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് ഓരോ കളറും ഇന്ന കളറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അത്യാവശ്യം ചിലത് 24 കളറിൻ്റെ വരും, ചിലത് 12 കളറിൻ്റെ വരും. അങ്ങനെയായിട്ടുള്ള ബോക്സുകളായിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളറ് ഓരോ കളറും മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളത് കൃഷ്ണൻ്റെ ആ ഒരു ഫേസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളിത് ഒരു ഇതിൻ്റെ ഫേസും കുറച്ച് ആഭരണങ്ങളുടെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് മ്യൂറൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിസൈൻ വർക്കുകൾ ഒരുപാട് വരും. ഒരുപാട് മൈല്യൂട്ടഡ് ആയിട്ടുള്ള വർക്കുകൾ വരും. അപ്പോൾ അതിനാണ് നമുക്ക് ടൈം എടുക്കണം. എന്നാലും നമ്മൾ അത്യാവശ്യം ഒരു 1-2 മണിക്കൂറൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് ഇത് ചെയ്യേണ്ടി വന്ന് നിർത്തിയിട്ട്
വെക്കേണ്ടി വന്നു. കാരണം നമ്മൾ പാർലർ ആയതുകൊണ്ട് അവിടെ ഇടയ്ക്ക് ആൾ വരണുണ്ടായിരുന്നു. അപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഡിലേ വന്നു. അല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ഏകദേശം പെയിൻറ്റ് ചെയ്ത് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ഇതും വരച്ച് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് ലാസ്റ്റ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അത് മ്യൂറൽ ആ ഒരു ഇത് വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. സാരിയിലൊക്കെയും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ചെറിയ കുട്ടികളുടെ ഇതിലാണെങ്കിലും ഒക്കെ അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം അത് നമ്മൾ ചെറിയ പിക്ചറുകൾ എന്തെങ്കിലും, പിന്നെ ഈ കിളികളുടെ ആണെങ്കിലും, പിന്നെ ഈ മയിൽപ്പീലി, ഓടക്കുഴൽ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇനി വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾക്കും പെട്ടെന്ന് വരച്ചെടുക്കാൻ സാധിക്കും. വരയ്ക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ പിക്ചറുകളൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആ ഓരോ ഇതും വരച്ച് പോവാണ്. പെയിൻറ്റിങ് ഒരു ഇപ്പം ഏകദേശം ഒരു ഇതൊക്കെ നമ്മൾ ഫിനിഷായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഭരണങ്ങളിലൊക്കെ ആ മൈല്യൂട്ടഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് വരണുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഡോട്ടുകൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ആഭരണങ്ങളിലൊക്കെ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ നമ്മൾ നല്ലോണം അതൊക്കെ നമ്മൾ ഇത്തിരി ക്ഷമ വേണം കേട്ടോ. മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല ക്ഷമ വേണം. എന്നുവെച്ചാൽ അത്രയും മൈല്യൂട്ടഡ് ആയിട്ടുള്ള വർക്കുകൾ ഇങ്ങനെ നമ്മൾ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വരച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് വരച്ച് പോകാൻ പറ്റിയ വർക്കല്ല മ്യൂറൽ പെയിൻറ്റിങ്. അപ്പോൾ അതിന് നല്ല ക്ഷമ വേണം, അത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഭരണങ്ങൾക്കൊക്കെ വെള്ള മുത്ത് ആ ഒരു ഇത് വരുമ്പോൾ ആഭരണങ്ങൾക്കൊക്കെ ഒരു ഭംഗി വരും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അങ്ങനെ ആ ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇനി നമ്മൾ ഓരോ പെയിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ കണ്ണും ഇതുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ കണ്ണിൻ്റെ അവിടെ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇത് ഫിനിഷിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഷർട്ടിലും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ ഷർട്ടിൽ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ എൻ്റെ മോളുടെ ആ ഒരു ഡ്രസ്സിൽ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, അത് നേരത്തെ കുറച്ചും കൂടി ചെറുതായിരുന്ന വെച്ച സമയത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഖത്തിൻ്റെ ഫിനിഷിങ് വർക്കിലേക്ക് വരികയാണ്. കണ്ണും പിരികമൊക്കെ വരച്ചു കൊടുക്കുവാണ്. അപ്പം അതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കണം. കാരണം നമുക്ക് ബ്രഷ് നമ്മൾക്ക് അത്രയും പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഞാനത് നമ്മുടെ ഐലൈനറിൻ്റെ ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അത് വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുത്ത്. ഒരു കാലിയായിട്ടുള്ള ഇതുണ്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കാത്തത്, ആ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ടാണ്. അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഇത് ഫേസിൻ്റെ ഇതിൽ ഒക്കെ വരയ്ക്കാനായിട്ട് നമ്മളെടുത്തത് കേട്ടോ. ഐബ്രോസും കണ്ണും പിന്നെ ആഭരണങ്ങളിലും പിന്നെ മറ്റേ വർക്കുകളിലൊക്കെ വന്ന ചെറിയ ചെറിയ പോയിൻറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ കൊടുക്കേണ്ട അടുത്തൊക്കെ നമ്മൾ എല്ലാം ഈ ബ്രഷ് ഇതാണ് യൂസ് ചെയ്തത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ണ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾക്കിങ്ങനെ കാണാനായിട്ടും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ തന്നെ വരച്ചിട്ടും പക്ഷെ അതെനിക്ക് ആ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് നമ്മുടെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളതിട്ട് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഡ്രസ്സിൽ വരണത്, ഒരു സൈഡിലായിട്ട്. അപ്പം നമ്മൾ ആ സെൻറ്ററിൽ ഒരു ഇത് കൊടുത്തായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് വരയ്ക്കാമായിരുന്നു.
കുറച്ചും കൂടി നന്നായിട്ട് വന്നേനെ. പക്ഷെ ഇതൊരു ഇത്തിരി ഒരു സൈഡിലേക്ക് പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ്